അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിസ്കാരത്തെ കുറിച്ച് തങ്ങളൊരിക്കൽ സംസാരിച്ചപ്പോ പറഞ്ഞു, മൻ ഹാഫള അലൈഹ, നിസ്കാരത്തിന്റെ മേൽ ഒരാൾ പതിവായി ശ്രദ്ധിച്ച് പ്രായപൂർത്തിയത്തിന് ശേഷം ഒന്നും ഒഴിവാക്കാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച ആൾ പതിവാക്കിയാൽ, എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആളെ പറ്റി അല്ലട്ടോ പറയുന്നത്, ഇപ്പോഴും ജുമക്ക് വരാത്ത കുറെ മഹാന്മാരുണ്ട്, അവരെ പറ്റി അല്ല പറയുന്നത്. മൻ ഹാഫള അലൈഹ, ബാക്കിയുള്ളടത്തൊക്കെ കാണും, പക്ഷെ ജുമയൊക്കെ കാണാത്തുള്ളൂ. കാരണം ഈ വൈറസ് മാറിയിട്ടില്ല എന്നുള്ള ആ ഒരു അറിവ് കൂടുതലുള്ളത് കൊണ്ടാണ് അവർ വരാത്തത്. മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. നിസ്കാരം പതിവായി ശ്രദ്ധിച്ച ആൾക്ക് ആ നിസ്കാരം രക്ഷയാണ്, പ്രമാണമാണ്, തെളിവാണ്, പ്രകാശമാണ്. ഇത് പറഞ്ഞതിന് ശേഷം തങ്ങൾ പറഞ്ഞു, അമല്ലം ഹാഫിള അലൈഹ, പതിവായി നിസ്കരിക്കാത്ത മനുഷ്യൻ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കും, പെരുന്നാക്കോ ജുമുഅക്കോ അല്ലെങ്കിൽ മഗ്‌രിബിനോ, ദിവസം ഏതെങ്കിലും ഒന്നോ രണ്ടോ നിസ്കാരം ഉണ്ടാവും, അത്രേ ഉള്ളൂ. 5 കൃത്യമായിട്ടില്ല എന്നർത്ഥം. 5 വക്തും കൃത്യമായിട്ടുള്ള കൊണ്ട് നടക്കൂല, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ലം തകുല്ലഹു നൂറൻ, ആ നിസ്കാരം അവന് പ്രകാശമായി വരില്ല. ഏറ്റവും വലിയൊരു പ്രകാശം ഒരു 100 മുഅ്മിനായ മനുഷ്യന് കിട്ടേണ്ട ഒരു സ്ഥലം, ജീവിതം വിട്ട് ആദ്യം അനുഭവിക്കുന്ന ഖബർ, ഇരുട്ടറയാണ്. അവിടെ വെളിച്ചത്തിന് ഒരു തിരിയും ഒരാളും കത്തിച്ചേരില്ല. വെളിച്ചത്തിനോട് കത്തണോ, സ്വാലിഹായ അമലുകൾ കൂടെ വേണം. സ്വാലിഹായ അമലുകൾ കൊണ്ട് സമ്പന്നമായ ശരീരമാണെങ്കിൽ ആ ഖബർ ഷരീഫ് നല്ല വെളിച്ചുണ്ടാവും. ദ്വാരുന്നതുകൊണ്ട് മാത്രല്ല, വെളിച്ചുണ്ടാവും. ഇനി ആരും ദ്വാരുന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജീവിതത്തിൽ ആൾ അധ്വാനിച്ചു വെച്ച സുഹൃതങ്ങൾ കൂടെയുണ്ടോ, ഖബർ പ്രകാശിക്കും. ലം തകുല്ലഹു നൂറൻ, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ നിസ്കാരം 100 വരില്ല. വലാ നജാത്തത് രക്ഷിക്കുകയില്ല, വലാ ബുർഹാൻ പ്രമാണമാകൂല. വിജയിക്കാനുള്ള ഒരു പ്രമാണമാണ് നിസ്കാരം, അങ്ങനെ കിട്ടൂല. ഉണ്ടെങ്കിൽ അത് കറക്റ്റ് വേണ്ടേ. ഇവിടെ നമ്മളൊരു ഫോം പൂരിപ്പിച്ചു കൊണ്ടേ കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു കോളം പൂരിപ്പിക്കാണ്ടെങ്കിൽ മടക്കി വിടൂല നമ്മളെ. അപ്പൊ അതുകൂടി പൂരിപ്പിച്ച് ഒപ്പൊക്കിട്ട് റെഡിയാക്കി കൊണ്ടേ കൊടുക്കുമ്പോ ഇത് റെഡിയാണ്, ഇനി തിരുത്താനൊന്നുമില്ല, ഇത് പാസ്സാക്കി. അതേ നിലപാട് തന്നെയാണ് ആഖിറത്തിൽ. കറക്റ്റ് ഇല്ലേ 5 വക്ത്, എന്നാ അതൊരു പ്രമാണമായി കൂട്ടില്ല, തെളിവായി കൂട്ടില്ല. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അതാ നമ്മളെ വിഷയം. വകാന യൗമൽ ഖിയാമത്തി, നല്ലോണം കരുതണം. വകാന യൗമൽ ഖിയാമത്തി മാ ഖാറൂന വ ഫിർഔന വ ഹാമാന വ ഉബയ്യ് ഇബ്നു ഖലഫ്. തലവന്മാരെയാണ് എണ്ണിയത്. നേരെ ചൊവ്വേ നിസ്കരിക്കാത്ത നമ്മളെ മക്കളും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെടണം ഉദ്ദേശം നിങ്ങൾക്ക് അവരെപ്പോണോ പോക്ക് പോയിക്കോട്ടെ എന്ന് കരുതിക്കാൻ മതി. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഒരുക്കി നിൽക്കുന്ന എല്ലാ സംവിധാന സെറ്റപ്പ് റെഡിയായി നിൽക്കുമ്പോ മക്കൾ അപ്പുറത്ത് ഖാറൂന്റെ കൂടെ, ഫിർഔന്റെ കൂടെ, ഹാമാന്റെ കൂടെ, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെ. എന്തേ കാരണം? ഏറ്റവും ശ്രേഷ്ഠമായ സ്വാലിഹീങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവങ്ങളുടെ ഒരു സ്വഭാവമാണ് നിസ്കാരം. അത് പതിവായിട്ടില്ല. അതന്നെ ഞങ്ങൾ പറഞ്ഞ വാക്ക് നോക്കി നിങ്ങൾ. വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂൻ, നേരെ ചൊവ്വെ 5 വക്ത് നിസ്കരിക്കാത്ത മനുഷ്യൻ അയാളെ സ്വാലിഹീങ്ങളെ പട്ടികയിൽ എണ്ണാൻ പറ്റൂല. അയാൾ ഖാറൂന്റെ കൂടെയാണ്. അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിയ മനുഷ്യനാണ് ഈ ഖാറൂൻ. ഇന്നും അവൻ താന്നുകൊണ്ടിരിക്കുകയാണ്. പുനർജീവിതത്തിന്റെ ദിനം അവൻ പൊന്തി വരും. ചെറിയ ശിക്ഷ ഒന്നല്ല അള്ളാഹു തആല കൊടുത്തത്, ഭൂമിയിലേക്ക് അവൻ ആഴ്ത്തിയതാ. പിന്നെ പറഞ്ഞത് ആരാ? ഫിർഔൻ. നമുക്ക് കാണാണ്ടല്ലോ, ഫിർഔനെ പോയാൽ കാണാൻ പറ്റും, ലൈവായിട്ട് കാണാൻ പറ്റും. മിസ്റിൽ പോയി നോക്കി, ലോകം വിറപ്പിച്ച ഏകാധിപതിയായ ഭരണാധികാരി. എന്താണ് ഇപ്പൊ അയാളെ കിടക്കുന്ന കിടത്തം? ഹാമാന, അവന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എല്ലാ വിഷയങ്ങൾക്കും അവന് കരുത്തു പകർന്നിരുന്ന ഹാമാൻ, കുട്ടികളെ കൊല്ലാനും ബനൂ ഇസ്രായേലിനെ പീഡിപ്പിക്കാനും നാട്ടിൽ അധർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാനും കരുത്ത് നൽകിയിരുന്നത് ഈ ഹാമാനാണ്. ഫിർഔന് ശക്തി നൽകിയിരുന്നത്. ഓരോരുത്തർക്കും ഓരോ സെക്രട്ടറിമാരും, ഓരോ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി മറ്റൊക്കെ ഉള്ളതുപോലെ ഫിർഔനിന്റെ ഏറ്റവും വലിയ മികവ് ഹാമാനക്കുണ്ടായിരുന്നു. ഉബയ്യ് ഇബ്നു ഖലഫിൻ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ അവിടുത്തെ കൈകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയ ഒരേ ഒരു ശത്രുവാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. വേറൊരാളെയും തങ്ങൾ വധിച്ചിട്ടില്ല. മഹാപരാജിതനാണ് അവൻ. അവന്റെ കൂടെ നിൽക്കേണ്ടി വരും. ആർക്ക്? മുസ്ലിമായി ജീവിച്ചിട്ട്
5 വക്ത് പതിവായി നിസ്കരിക്കാത്ത മനുഷ്യൻ ഹദീസിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു മറുപുറം വായിക്കേണ്ടിയില്ലേ? ഇവിടെ ഇപ്പൊ 2ാമത്തെ പാർട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, പതിവായി നിസ്കരിക്കാത്ത മനുഷ്യൻ അവൻ ഇങ്ങനെ ഇവരെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പൊ പതിവായി നിസ്കരിക്കുന്ന ആളോ മഅൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്റ്റേജ് വേറെ, നബിമാരുടെ കൂടെ അവരെ സുഫിലുണ്ടാവും, സുദ്ദീഖീങ്ങളെ കൂടെ, ശുഹദാക്കളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ. കാരണം അവരെ അടയാളാണ്, അവരുടെ സ്വഭാവമാണ്. സുബഹിക്കും ഇശായിനും ജമാഅത്തിന് വരാത്ത ആൾക്കാരെ പറ്റിയിട്ട് സ്വഹാബത്ത് ഇങ്ങനെ ഒന്ന് വീക്ഷിക്കലുണ്ട്. ഈമാൻ ഉറച്ചിട്ടില്ലേ? ജമാഅത്താണല്ലോ സ്വാലിഹീങ്ങളെ സമ്പർക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഏതാ? ജമാഅത്താണ്. 5 വക്തിൽ നടക്കുന്ന ജമാഅത്ത്. ആ 5 വക്തിൽ സുബഹിക്കും ഇശായിനും വരാത്ത ആളുകളെ സ്വഹാബത്തൊന്ന് നമ്പർ ഇടും. എന്തോ നിഫാഖ് ഉണ്ടോ, മുനാഫിക്കായിട്ടുണ്ടോ, എന്താ ആ 2 ജമാഅത്തിനും വരാത്തത്? അങ്ങനെ വീക്ഷിക്കുകയാണെങ്കിൽ അവരുണ്ടെങ്കിൽ നമ്മളെ പറ്റി നമ്പർ മാർക്ക് എപ്പോഴും ഇടൂലേ? 5 വക്തിനും ജമാഅത്തിന് പോകുന്ന ഒരാളാണെങ്കിൽ സഹോദരന്മാരെയാണ് പ്രതീക്ഷിക്കുക. വിജയിക്കാൻ ഏറെ സാധ്യതയുള്ള ആളാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാകും. പക്ഷെ അല്ലാഹു തആല എന്നാലും പരിഗണിക്കും ആ മനുഷ്യനെ. എന്നാലും ആ മനുഷ്യനെ അല്ലാഹു തആല പരിഗണിക്കും. കാരണം സ്വാലിഹീങ്ങളെ കൂടെ കിട്ടുന്ന സമ്പർക്കം ചെറുതല്ല. അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിൽ നമ്മളൊക്കെ അള്ളാഹുവിനോട് പറയുന്നത്, ഒരുമിച്ച് നിന്നല്ലേ പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവെ നിനക്ക് മാത്രം ഞാൻ ആരാധിക്കുന്നു എന്നല്ലല്ലോ, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു എന്നല്ലേ പറഞ്ഞു. എന്താണ് ആ സാമൂഹികമായി സമൂഹത്തിന്റെ മൊത്തം ചേർത്തുകൊണ്ട് ഒരാൾ പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താ? ജമാഅത്ത് നിസ്കാരത്തിലാകുമ്പോ ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നിസ്കാരം സ്വീകരിക്കാൻ പറ്റൂലെങ്കിലും, എന്റെ നിസ്കാരം ഒരു നിരക്കും നിന്റെ അടുക്കൽ ഒരു വിലല്ലെങ്കിലും, നീ പരിഗണിക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ ഇബാദത്ത് ഈ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ, അവരെ കൂട്ടത്തിൽ എന്റേത് കൂടി പെടുത്തിയിട്ട് നീ അങ്ങ് സ്വീകരിക്കണം എന്നതിനാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അള്ളാഹുവിനോട് പറയുന്നതിന്റെ ഒരർത്ഥമെന്ന് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. പടച്ചോനെ, ഞാൻ ഒറ്റക്കല്ല, ഞാൻ ഈ നിസ്കാരത്തിൽ ഒറ്റക്കല്ല, എന്റെ കൂടെ ആൾക്കാരുണ്ട്, അപ്പുറത്തുപുറത്തുള്ളവരുണ്ട്. സംഗതി ഇപ്പൊ എന്റെ നീയത്തും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്, പോക്കാണ്. എന്നാലും ഞാനൊന്ന് നന്നാക്കുന്നുണ്ട് കഴിവിന്റെ പരമാവധി. പക്ഷെ എന്റെ ഒരു വിഷയം കൊണ്ട് മാത്രം എന്നെ നീ തള്ളരുത്. അപ്പുറത്തുപുറത്ത് നിൽക്കുന്ന ആൾക്കാർ, ഇമാമത്ത് നിൽക്കുന്ന ആള്, ബാക്കിൽ നിൽക്കുന്ന ആൾ, അപ്പുറത്ത് നിൽക്കുന്ന ആള്, ഈ സൊഫിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ നല്ല സൂക്ഷിച്ച് ജീവിക്കുന്ന, കറാഹത്തൊന്നും വരാതെ സുന്നത്തൊക്കെ ഒരേ രൂപത്തിൽ ചെയ്യുന്ന, മനസ്സിൽ നല്ല ഫറാഗോടുകൂടി ഹുളൂറുൽ ഖൽബോടെ ഒക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഓരോരുത്തരും മനസ്സിൽ നമുക്ക് അറിയില്ലല്ലോ. അവരെ കൂട്ടത്തിൽ നീ എന്റതും പെടുത്തിയിട്ട് നീ അങ്ങ് സ്വീകരിക്കണം. അതാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം. നിസ്കാരം സ്വീകരിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുണ്ട്. കാരണം ആ പങ്കെടുത്ത ആൾക്കാർ, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ, അവർ സ്വാലിഹീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. ഭാഗപ്രയോഗങ്ങളും അല്ലറ വ്യക്തിപരമായിട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല അതൊക്കെ മാപ്പായി കൊടുക്കും. അതിന് മാത്രം കട്ടിയുള്ള ഖനമുള്ള അമലാണ് ജമാഅത്ത് നിസ്കാരം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സാഹസികമായ അവസ്ഥകൾ അനുഭവിക്കുന്ന ഘട്ടത്തിലും, യുദ്ധമുഖം എന്ന് പറയുന്ന ഒരു സാഹസികമായ അനുഭവമല്ലേ, അപ്പുറത്ത് സായുധരായ ശത്രുക്കൾ ഉണ്ടായിട്ട് മുടങ്ങാതെ നിർവഹിച്ചൊരു അമലാണ് നിസ്കാരം. നമ്മളിപ്പോ ബദറിന്റെ കഥ വായിക്കും, ബദറിലേക്ക് പോകുമ്പോ തന്നെ തങ്ങൾ നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞു കഴിയാത്ത ആൾക്കാരോടൊക്കെ. പക്ഷെ നിസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയതും അപ്പുറത്ത് ശത്രുക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ടീമിനെ തങ്ങൾ അപ്പുറത്ത് നിർത്തിയിട്ട് ഒരു ടീമിനെ കൊണ്ട് ഇവിടെ നിസ്കരിക്കണം. എന്നിട്ട് ആ വിഭാഗം ആൾക്കാർ തങ്ങളോടുകൂടെ ജമാഅത്തിൽ പങ്കെടുത്ത് അവരൊറ്റക്ക് പൂർത്തിയാക്കി സലാം വീട്ടിൽ പോയിട്ട് മറ്റേ കൂട്ടര് വന്നിട്ട് തങ്ങളോടുകൂടെ ബാക്കിയുള്ള റക്അത്തിൽ പങ്കെടുത്ത് ജമാഅത്തായി നിസ്കരിച്ച് സലാം വീട്ടണം. ഒറ്റക്ക് നിസ്കരിക്കാനല്ല പറഞ്ഞത്. എവിടെ ഇപ്പൊ പറയുന്നത്? സഹോദരങ്ങളെ, എവിടെയാണ് ഇപ്പൊ ഈ ജമാഅത്ത് നിസ്കരിക്കണം എന്ന് അല്ലാഹു തആല പറയുന്നത്? യുദ്ധമുഖത്താണ്. അപ്പുറത്ത് സായുധരായ സൈന്യം ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് അല്ലാഹു തആല പറയുന്നത് ഒറ്റക്ക് നിസ്കരിച്ച് വേഗം തടി സലാമത്താക്കണം എന്നല്ല.
അപ്പൊ അത്രയും വലിയ മഹത്വമുള്ളൊരു സംഗതിയാണ്. യുദ്ധമുഖത്ത് പോലും ജമാഅത്തായി നിസ്കരിക്കാനാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്. ഇത്രമാത്രം വലിയ മഹത്വമുള്ളതെന്താ? അതുകൊണ്ട് തന്നെ ആരാധനകൾ എല്ലാ സമയത്തും ഇങ്ങനെ ജമാഅത്തിൽ സംബന്ധിക്കുന്ന ആളുകളാകുമ്പോ സ്വാലിഹീങ്ങളെ കൂടെ ചേർക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ ഒരു സംഗതിയാണത്. നമ്മുടെ പ്രാർത്ഥന മാത്രം പോലെ പ്രവർത്തനം കൂടി വേണം. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നല്ലവരുടെ കൂടെ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ സൗകര്യം കിട്ടി. അല്ലാഹു തആല തന്ന ഇൽമൊക്കെ ആസ്വദിച്ചപ്പോഴും ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ഉറുമ്പിന്റെ സംസാരം ഇങ്ങനെ കേട്ട സമയത്തും സുലൈമാൻ നബിന്റെ ദുആ എന്താ? വദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. ഇതൊക്കെ നീ തന്നു അല്ലാഹ്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. നല്ല നീ സ്വീകരിച്ച മഹാന്മാരായ അടിമകൾ എന്നെ നീ ഉൾപ്പെടുത്തണം. ഉറുമ്പിന്റെ സംസാരമാണ് ഇപ്പൊ കേട്ടത്. അത് കേട്ടിട്ട് മഹാനവറുകൾ ഇങ്ങനെ ചിരിച്ചു, സന്തോഷം കൊണ്ട്. ഖുർആൻ പറയുന്നുണ്ടല്ലോ ആ ചരിത്രം, ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് ചിരിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, പടച്ചോനെ ഇതൊക്കെ നീ തന്ന സൗകര്യമാണ്, ഒന്നും എന്റേതല്ല, പക്ഷേ ഇതിലപ്പുറം എനിക്ക് വേണ്ട ഒന്നുണ്ട്. വദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണം.